അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5-ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 18 ചൊവ്വാഴ്ച. സംസ്ഥാനത്ത് വീണ്ടും ഞെട്ടിക്കുന്ന കൊലപാതകം. കോളേജ് വിദ്യാർത്ഥിയെ വീട്ടിൽ കയറി കുത്തിക്കൊന്ന അക്രമി ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ചു. കൊല്ലം ഉളിയക്കോവിൽ സ്വദേശിയും ഫാത്തിമ മാതാ കോളേജിലെ BCA വിദ്യാർത്ഥിയുമായ ഫെബിൻ ജോർജ് ഗോമസിനെയാണ് കുത്തിക്കൊന്നത്. നീണ്ടകര സ്വദേശി തേജസ് രാജാണ് കുത്തിക്കൊന്ന ശേഷം കാറിൽ കയറി രക്ഷപ്പെട്ട് ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ചത്. ഇയാളെ പോലീസ് തിരിച്ചറിഞ്ഞു. കടപ്പാക്കട റെയിൽവേ ട്രാക്കിലാണ് തേജസ് രാജിന്റെ മൃതദേഹം കണ്ടെത്തിയത്. കൊല്ലത്ത് ഡിഗ്രി വിദ്യാർത്ഥിയായ ഫെബിൻ ജോർജ് ഗോമസിനെ കൊലപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പുറത്ത്. നെഞ്ചിലാണ് ഫെബിന് കുത്തേറ്റത്. ഫെബിനും തേജസും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വ്യക്തമല്ല. എന്നാൽ ഫെബിന്റെ സഹോദരിയും അക്രമിയായ തേജസ് രാജും ഒരുമിച്ച് പഠിച്ചവരാണെന്ന തരത്തിൽ വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. പോലീസ് ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം ഫെബിനെ കൊലപ്പെടുത്തിയ തേജസ് രാജിന്റെ അച്ഛൻ പോലീസുകാരനാണ്. ചവറ പുത്തൻതുറ സ്വദേശിയായ രാജുവാണ് തേജസ് രാജിന്റെ അച്ഛൻ. DCRB ഗ്രേഡ് SI ആണ് രാജു. ഉളിയക്കോവിൽ തേജസ് രാജ് വീട്ടിൽ കയറി ഫെബിനെ കുത്തിക്കൊന്നത് കൃത്യമായ ആസൂത്രണത്തോടെ. ഇന്നലെ വൈകിട്ട് 6:45 വെളുത്ത കാറിൽ ഫെബിന്റെ വീട്ടിൽ തേജസ് എത്തിയത്. മുഖം മറച്ച ശേഷം വീട്ടുമുറ്റത്തേക്ക് കയറിയ തേജസ് കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് ഫെബിന്റെ നെഞ്ചിൽ കുത്തുകയായിരുന്നു. തടയാൻ ശ്രമിച്ച പിതാവ് ജോർജ് ഗോമസിനും ആക്രമണത്തിൽ പരിക്കേറ്റു. കൊലപാതകത്തിനു ശേഷം കത്തി ഉപേക്ഷിച്ച് രക്ഷപ്പെട്ട തേജസ് കാറിൽ കയറി 3 കിലോമീറ്റർ അകലെ ചെമ്മാൻമുക്ക് റെയിൽവേ ഓവർബ്രിഡ്ജിന് താഴെയെത്തി ഇതുവഴി വന്ന ട്രെയിനിന് മുന്നിലേക്ക് ചാടുകയായിരുന്നു. ചിത്രശക്തികളെ തലപൊക്കാൻ അനുവദിക്കാത്ത ഒരു ഭരണ സംവിധാനം കേരളത്തിലുണ്ടെന്നും വർഗീയ ശക്തികൾക്ക് തരാതരം പോലെ വഴങ്ങിക്കൊടുക്കുന്നതും അവരുടെ ആനുകൂല്യത്തിൽ ഭരണം നിലനിർത്തുന്നതുമായ സംവിധാനമല്ല കേരളത്തിലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിന് ആത്മധൈര്യം വേണമെന്നും അവരിൽ നിന്ന് ഓശാരം പറ്റാതിരിക്കണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഞങ്ങളുടെ ആളുകളെ പിടിച്ചുവെക്കരുത്, വിടൂ എന്ന് പറയാൻ ഒരു വർഗീയ ശക്തിക്കും കഴിയില്ലെന്നും ഈ ഭരണത്തോട് അങ്ങനെ കൽപ്പിക്കാൻ ധൈര്യമുള്ള ഒരു ശക്തിയും കേരളത്തിൽ ഇല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നിയമസഭയിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ ശക്തമായ വാദപ്രതിവാദം. CPMന്റെ നയങ്ങളും സംസ്ഥാനത്തെ പോലീസ് ഭരണവും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായുള്ള മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ചയുമടക്കം രമേശ് ചെന്നിത്തല ഉന്നയിച്ച വിമർശനങ്ങളിൽ അക്കമിട്ട് നിരത്തി മറുപടി നൽകി മുഖ്യമന്ത്രി. കേന്ദ്ര സർക്കാരിനെ നവഫാസിസ്റ്റ് എന്ന് വിലയിരുത്തിയ CPM നയത്തെ മുഖ്യമന്ത്രി ന്യായീകരിച്ചു. ഗവർണർ ഇട്ട പാലത്തിൽ കൂടി അങ്ങോട്ട് പോയതല്ലെന്നും രാഷ്ട്രീയമുള്ള രണ്ടുപേർ കണ്ടാൽ രാഷ്ട്രീയം ഉരുകിപ്പോകില്ലെന്നും കേരളത്തിന്റെ പൊതുവായ ചില കാര്യങ്ങൾ പറഞ്ഞതല്ലാതെ നിവേദനം കൊടുക്കാനൊന്നും അല്ല പോയതെന്നും അത് വെറുമൊരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് ആയിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത ബഹുമതിയായ കേരള പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. സംസ്ഥാനത്ത് വിവിധ മേഖലകളിൽ സമഗ്ര സംഭാവനകൾ കാഴ്ചവെച്ചവർക്ക് രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കറാണ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അധ്യക്ഷനായിരുന്നു. മത്സ്യത്തൊഴിലാളി സമൂഹത്തെയും പരിസ്ഥിതിയെയും ദോഷകരമായി ബാധിക്കുന്നതിനാൽ കേരളത്തിൽ കടൽ മണൽ ഖനനം അനുവദിക്കില്ലെന്ന നിലപാട് ലോക്സഭയിൽ ആവർത്തിച്ച് KC വേണുഗോപാൽ MP. കടൽ മണൽ ഖനനം നിർത്തിവെക്കേണ്ടതിന്റെ പാരിസ്ഥിതികത ആവശ്യകതയും പ്രത്യാഘാതങ്ങളും വിവരിച്ച KC വേണുഗോപാൽ ചോദ്യോത്തരവേളയിലാണ് വിഷയം ഉന്നയിച്ചത്. PFൽ ലയിപ്പിച്ച DA കുടിശ്ശികയുടെ പകുതി സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് പിൻവലിക്കാം. ഇതിനുള്ള ലോക്ക് ഇൻ പീരീഡ് ഒഴിവാക്കി ധനവകുപ്പ് ഉത്തരവിറക്കി. 2 ഗഡുവിന്റെ ലോക്ക് ഇൻ പീരീഡ് ഒഴിവാക്കുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചതാണ് ഇപ്പോൾ നടപ്പാക്കിയിരിക്കുന്നത്. 2023 കുടിശ്ശിക പിൻവലിക്കുന്നത് ധനവകുപ്പ് തടഞ്ഞത്. പ്രശസ്ത ഗാനരചയിതാവ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കാളിദാസന്റെ കാവ്യഭാവന, ലക്ഷാർച്ചന കണ്ട് മടങ്ങുമ്പോൾ, ഇളമഞ്ഞൻ കുളിരുമായൊരു കുയിൽ തുടങ്ങിയ ഹിറ്റ് ഗാനങ്ങൾ അദ്ദേഹത്തിന്റെ തൂലികയിൽ നിന്ന് പിറന്നവയാണ്.
സംസ്ഥാനത്ത് ലഹരിക്കെതിരെ പോലീസ് തുടർന്നുവരുന്ന ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ഞായറാഴ്ച നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നതായി സംശയിക്കുന്ന 5544 പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കി. വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 243 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 254 പേരാണ് അറസ്റ്റിലായത്. സംസ്ഥാനത്തെ വിശ്വകർമ്മ സമുദായങ്ങളുടെ സമഗ്ര പുരോഗതിക്കായി സ്കിൽ ബാങ്ക് രൂപീകരിക്കുമെന്ന് പിന്നാക്ക വിഭാഗ ക്ഷേമ മന്ത്രി OR കേളു നിയമസഭയെ അറിയിച്ചു. കരകൌശല വികസന കോർപ്പറേഷൻ മുഖേന ഇതിനായി ക്രാഫ്റ്റ് വില്ലേജ് രൂപീകരിക്കുമെന്നും ഡോക്ടർ മാത്യു കുഴൽനാടന്റെ സബ്മിഷന് മന്ത്രി മറുപടി പറഞ്ഞു. വിശ്വകർമ്മ വിഭാഗത്തിന് സംസ്ഥാന സർക്കാർ സർവീസിൽ ലാസ്റ്റ് ഗ്രേഡ് തസ്തികകളിൽ 2ഉം ഇതര തസ്തികകളിൽ 3% സംവരണം അനുവദിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. തുഷാർ ഗാന്ധിക്കെതിരായ നെയ്യാറ്റിൻകരയിലെ ബിജെപി പ്രതിഷേധത്തിൽ ബിജെപി പ്രവർത്തകർക്കെതിരെ എടുത്ത കേസ് പിൻവലിക്കണമെന്ന് തുഷാർ ഗാന്ധി. 5 ബിജെപിക്കാർക്കെതിരെ കേസെടുത്ത നടപടി പിൻവലിക്കണമെന്നാണ് തുഷാർ ഗാന്ധി ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിയമ നടപടികൾ വേണ്ടെന്നാവശ്യപ്പെട്ട് തുഷാർ ഗാന്ധി മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തയച്ചു. പ്രതിഷേധിച്ചവരോട് പരാതിയില്ലെന്നും തുഷാർ ഗാന്ധി പറഞ്ഞു. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് ഇഷ്ടം പോലെ പരോൾ കിട്ടുന്നത് MLA കെ രമ നിയമസഭയിൽ ചോദ്യം ചെയ്തു. ടി.പി. കേസിലെ പ്രതികൾക്ക് ഇത്രയധികം ദിവസത്തെ പരോൾ എങ്ങനെയെന്ന ചോദ്യമാണ് രമ ഉയർത്തിയത്. പ്രതികളെ ജയിലിൽ നിർത്താൻ സൌകര്യമില്ലെന്നാണ് സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നും എന്നാലും എങ്ങനെയാണ് ടി.പി. കേസിലെ പ്രതികൾക്ക് മാത്രം ഇങ്ങനെ പരോൾ കിട്ടുന്നതെന്നും രമ ചോദിച്ചു. രാജ്യത്ത് ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കുള്ള സംസ്ഥാനമാണ് കേരളമെന്ന് കേന്ദ്രമന്ത്രി സാവിത്രി ഠാക്കൂർ. എ റഹീം MP രാജ്യസഭയിൽ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. മുസ്ലിം വിഭാഗങ്ങൾക്കെതിരെ വിദ്വേഷ പരാമർശവുമായി CPM നേതാവ്. മൂവാറ്റുപുഴ ആവോലി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഫ്രാൻസിസ് MJ ആണ് വിദ്വേഷ പരാമർശം നടത്തിയത്. ഫേസ്ബുക്ക് കമന്റായി രേഖപ്പെടുത്തിയ പരാമർശം വിവാദമായതോടെ ഫ്രാൻസിസ് ഡിലീറ്റ് ചെയ്തിരുന്നു. ഭക്ഷണത്തിൽ രാസലഹരി കലർത്തി അടിമയാക്കി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ മലപ്പുറം വേങ്ങര സ്വദേശിയായ യുവാവ് പീഡിപ്പിച്ചത് വർഷങ്ങളോളം. 23-കാരനായ അബ്ദുൽ ഗഫൂറിനെ പോക്സോ ചുമത്തി അറസ്റ്റ് ചെയ്തു. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട പെൺകുട്ടിയെ പ്രണയം നടിച്ചാണ് ലൈംഗികമായി പീഡിപ്പിച്ചത്. പെൺകുട്ടി നേരിട്ടത് അതിക്രൂര പീഡനമെന്ന് SHO വിനോദ് വലിയാറ്റൂർ പറഞ്ഞു. 2020 ഒക്ടോബർ മുതൽ 2021 മാർച്ച് വരെ ക്ഷീരവികസന വകുപ്പിന്റെ കൈവശമുണ്ടായിരുന്ന കണ്ടിജന്റ് ഫണ്ട് ഉദ്യോഗസ്ഥരുടെ വീഴ്ച കാരണം ചെലവഴിക്കാതെ സർക്കാരിലേക്ക് തിരിച്ചടച്ചുവെന്ന ആരോപണം അന്വേഷിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. നെയ്യാറ്റിൻകര മഞ്ചവിളാകം ക്ഷീരോത്പാദക സംഘം അംഗമായ ക്ഷീരകർഷകൻ തന്റെ ഇൻഷുറൻസ് ഇല്ലാത്ത പശു ചത്തപ്പോൾ 15,000 രൂപയുടെ ധനസഹായം ലഭിച്ചില്ലെന്നാരോപിച്ച് സമർപ്പിച്ച പരാതിയിലാണ് നടപടി. സ്വകാര്യ ബസ് പെർമിറ്റ് കേസിൽ സർക്കാരിന്റെയും KSRTCയുടെയും അപ്പീൽ തള്ളി ഹൈക്കോടതി. നിയമാനുസൃതമായ നടപടികൾ പാലിക്കാതെയാണ് സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കിയതെന്ന് കോടതി ചൂണ്ടിക്കാണിച്ചു. 32 റൂട്ടുകൾ ദേശസാൽക്കരിച്ച നടപടിയിലാണ് സർക്കാരിന് തിരിച്ചടി നേരിട്ടത്. മാവേലിക്കര ചെങ്ങന്നൂർ സ്റ്റേഷനുകൾക്കിടയിലെ പൈപ്പ് ലൈൻ ക്രോസിംഗ് നിർമ്മാണ പ്രവൃത്തികൾക്കായി ട്രെയിൻ ഗതാഗത സർവീസുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് റെയിൽവേ അറിയിച്ചു. മാർച്ച് 21 വെള്ളിയാഴ്ചയായിരിക്കും നിയന്ത്രണം. ഈ ദിവസം ചില ട്രെയിനുകൾ വൈകുകയോ വഴിതിരിച്ചു വിടുകയോ ചെയ്യുമെന്നാണ് അറിയിപ്പിൽ പറയുന്നത്. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങിക്കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉടമസ്ഥതയിലുള്ള ട്രൂത്ത് സോഷ്യൽ എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അക്കൌണ്ട് എടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ട്രൂത്ത് സോഷ്യലിലെ മോദിയുടെ ആദ്യത്തെ പോസ്റ്റ് 2019 ഹൌഡി മോദി പരിപാടിയിലെ ട്രംപിനൊപ്പം അദ്ദേഹത്തിന്റെ കൈ ഉയർത്തിപ്പിടിച്ചെടുത്ത ഫോട്ടോയാണ്. തെലങ്കാന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. കടബാധ്യതയും മറ്റ് ഘടകങ്ങളും കാരണം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന തന്റെ സർക്കാർ റിസർവ് ബാങ്കിൽ നിന്ന് 4000 കോടിയുടെ വായ്പയെടുത്താണ് സർക്കാർ ജീവനക്കാർക്ക് കൃത്യസമയത്ത് ശമ്പളം നൽകിയതെന്നും അറിയിച്ചു. തെലങ്കാന ലെജിസ്ലേറ്റീവ് കൌൺസിലിലായിരുന്നു രേവന്ത് റെഡ്ഡി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വിവരിച്ചത്.
ഹൈദരാബാദിലെ വനിതാ മാധ്യമ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത കേസിൽ ഗുരുതര വകുപ്പ് റദ്ദാക്കി കോടതി. സംഘടിത കുറ്റകൃത്യം എന്ന ഭാരതീയ ന്യായ സംഹിത വകുപ്പ് 111 റദ്ദാക്കിയത്. കുറ്റം തെളിഞ്ഞാൽ 5 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ കിട്ടുന്ന വകുപ്പാണ് ഇത്. മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി വിമർശിച്ചെന്നും അസഭ്യ പരാമർശങ്ങൾ സംപ്രേഷണം ചെയ്തെന്നും കാട്ടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ നൽകിയ പരാതിയിലാണ് പൾസ് ന്യൂസ് ബ്രേക്ക് എഡിറ്റർ രേവതി പൊടകാനന്ദയെയും സഹപ്രവർത്തക തൻവി യാദവിനെയും പോലീസ് മാർച്ച് 12 അറസ്റ്റ് ചെയ്തത്. കോവിഡ് പ്രതിസന്ധിയിൽ നിന്ന് റെയിൽവേ പുറത്തുവന്നുവെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. പാർലമെന്റിൽ റെയിൽ ബജറ്റ് ചർച്ചയ്ക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. വരുമാനത്തിൽ മികച്ച പ്രകടനമാണ് റെയിൽവേ കാഴ്ചവെക്കുന്നതെന്നും യാത്രാക്കൂലി ഇന്ത്യയിലാണ് ഏറ്റവും കുറവെന്നും പറഞ്ഞ മന്ത്രി റെയിൽ മാർഗമുള്ള ചരക്ക് നീക്കത്തിൽ ഇന്ത്യയ്ക്ക് 3ാം സ്ഥാനമാണെന്നും പറഞ്ഞു. ഇന്ത്യ US തീരുവ തർക്കത്തിൽ പ്രതികരണവുമായി അമേരിക്കൻ നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുളസി ഗബ്ബാർഡ്. ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയപ്പോഴായിരുന്നു പ്രതികരണം. വിഷയത്തിൽ ഇന്ത്യയും അമേരിക്കയും ഉന്നതതലത്തിൽ നേരിട്ട് ചർച്ച ആരംഭിച്ചിട്ടുണ്ടെന്ന് തുളസി പറഞ്ഞു. ദില്ലിയിൽ നടക്കുന്ന തിങ്ക് ടാങ്ക് ഒബ്സർവർ റിസർച്ച് ഫൌണ്ടേഷന്റെ വാർഷിക റേസിന് പരിപാടിക്കിടെ ANIയോട് സംസാരിക്കുകയായിരുന്നു അവർ. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.